കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതും പൂട്ടുന്നതും ഹോട്ടലുകളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനൊരാളെ പരിചയപ്പെട്ടു 2 പ്രാവശ്യം ഹോട്ടൽ തുടങ്ങി പൂട്ടി. അയാൾ പറയാൻ എന്നോട് പറഞ്ഞു, സാറേ അതിനുശേഷം ഞാൻ പഠിച്ചു, ഇപ്പം ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ അത്യാവശ്യം പൈസ ഉണ്ടാക്കുന്നു. ഞാൻ ഇപ്പം എന്താ ചെയ്യണത്? പൂട്ടുന്ന ഹോട്ടലുകളുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തുറക്കുന്നവർക്ക് കൊടുക്കുന്ന ഇടയിലുള്ള പരിപാടി. സൈക്കോ മനുഷ്യൻ. അത് പറഞ്ഞേ കുറെ എണ്ണം പൂട്ടുന്നുണ്ട്, കുറെ എണ്ണം തുറക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ നിന്നാ പോരെ? എങ്ങനെയുണ്ട്? ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. പ്രശ്നങ്ങളുടെ ഇടയിൽ തന്നെ അതിന്റെ ഉത്തരങ്ങളുണ്ട്. ജീവിതം ബന്ധങ്ങളാണ്. ഒരു കുട്ടി പറഞ്ഞ ജീവിതം ബന്ധങ്ങളാണ്. അപ്പൊ അത് ചോദിച്ചു, അതെന്താ അങ്ങനെ പറയാൻ കാരണം? ആ കുട്ടിയുടെ എക്സാമ്പിൾ പറഞ്ഞേ, ബന്ധം മുറിയുമ്പോഴൊക്കെ നിങ്ങൾ മരിക്കുകയാണ്. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു, ആ കണ്ടക്ടറുമായിട്ട് നിങ്ങൾ ഉടക്കിയാൽ നിങ്ങൾക്ക് ആ ബസ് യാത്ര കഴിയുന്നതുവരെ നിങ്ങൾക്ക് ജീവിതമില്ല. അമ്മയോടോ അച്ഛനോടോ നിങ്ങൾ തല്ലുകൂടുന്നു, ആ വീട്ടിൽ നിങ്ങൾ ജീവിച്ചിട്ടില്ല, ജീവിക്കുന്നില്ല. എനിക്കിന്ന് ജീവിതമുണ്ട്. ഒരു 100-ലധികം ബന്ധങ്ങളാണ് ഇത് കിട്ടിയത്. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് എന്നെ, വയസ്സായ സ്ത്രീ, ഇത് ഗുരുവായൂരപ്പനാണെന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചത്. ഇത് ശ്രീകൃഷ്ണനെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞു. ഗുരുവായൂരിന്ന് വരുന്ന അഭിഷാദ് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാന്നത്. ഭാര്യ ഭർത്താവിൻ്റെ ബന്ധം തന്നെ. 700 കോടി ജനങ്ങളുണ്ട്. 700 കോടി. നമുക്കൊരു ഭാര്യ ഒരു ഭർത്താവ്. അത് അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവുന്നേ. കുറവില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഇഷ്ടപ്പെട്ട ബോഡി ഷേപ്പ് ആയിരിക്കില്ല, നമ്മൾ ഇഷ്ടപ്പെട്ട രീതി ആയിരിക്കില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട ബോഡി ഷേപ്പുള്ള ധാരാളം പേര് പുറത്തുകൂടെ നടക്കും. അത് നമ്മളെ ഭാര്യയല്ല. ധാരാളം പേര് പുറത്ത് നടക്കുന്നത് അത് നമ്മളെ ഭർത്താവല്ല. ആഗ്രഹം മാത്രമേ. കമ്പനിയിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് നമ്മൾ സ്റ്റാഫിനൊക്കെ പഠിപ്പിക്കും. വേറൊരു കാര്യം കൂടി പഠിപ്പിക്കണം, എങ്ങനെ പിരിഞ്ഞു പോകാന്നുള്ളത്. എങ്ങനെ മനോഹരമായി പിരിഞ്ഞു പോകാം പൊതുവെ പഠിപ്പിക്കാറില്ല. സന്തോഷത്തോടു കൂടി പോകണം. അയാൾ പോകുമ്പോൾ നമുക്ക് സങ്കടം വരണം, പോകുന്നുള്ള സങ്കടം വരണം. പിന്നെ നല്ലൊരു കാര്യത്തിനാണല്ലോ പോണ് എന്നുള്ള സന്തോഷത്തിൽ എല്ലാവരുമായിട്ട് യാത്രയപ്പ് കിട്ടിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ. യാത്രയപ്പ് കിട്ടുമ്പോഴല്ലോ പലതും അന്ന് കൊടുത്തതൊക്കെ തിരിച്ചു കിട്ടും. അങ്ങനെ ഒരു സംഗതിയുണ്ട്. പണ്ട് ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ എല്ലാ ജോലിക്കാരെയും ചീത്ത പറയുന്ന ഒരു മനുഷ്യൻ, ഉദ്യോഗസ്ഥനാണ്, വലിയ ഉദ്യോഗസ്ഥൻ. അപ്പൊ യാത്രയപ്പാണ്. ലാസ്റ്റ് അയാൾ പിരിഞ്ഞു പോവുക. ഈ പിരിഞ്ഞു പോകുമ്പോൾ അയാളെ കുറിച്ച് ആരെ കുറിച്ച് നല്ലതേ പറയൂ പൊതുവെ. അപ്പോൾ സാറ് വളരെ കാരുണ്യവാനാണ്, എല്ലാവരും തെറി പറഞ്ഞിരുന്ന മനുഷ്യനാ. അപ്പൊ ഇവര് വന്നിട്ട് പ്രസംഗിക്കുക, സാറ് ഭയങ്കര സ്നേഹമാണ്, അത് ഇത്. അപ്പൊ ഈ ആൾക്ക് അത്ഭുതമായി, ഞാനോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ല. മൂപ്പരിങ്ങനെ ചായ കുടിക്കുന്ന, എല്ലാവരും കൂടി ചായ കുടിക്കുന്നു. അപ്പൊ പ്യൂണിനെ വിളിച്ചു, ഹലോ നിങ്ങൾ ഇത്രയും സ്നേഹമുള്ളവരാണല്ലേ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഒരു സോറി പറയാണ്, എല്ലാവർക്കും വേണ്ടി നിങ്ങളോട് സോറി പറയാണ്, സോറി കേട്ടോ, ചീത്ത പറഞ്ഞതിനൊക്കെ സോറി എന്ന് പറഞ്ഞപ്പോൾ പ്യൂണ് അയാളുടെ കൈ പിടിച്ചിട്ട്, സാറേ എൻ്റെ വകയും സോറി. അപ്പോൾ അയാൾ വെച്ച്, താനെന്തിനാ എന്നോട് സോറി പറയണേ? അല്ല സാറേ, സാർ ഓരോ പ്രാവശ്യം എൻ്റെ അച്ഛനെ വിളിക്കുമ്പോഴും സാറിന് തരുന്ന ചായയിൽ തുപ്പിയിട്ടാണ് ഞാൻ തരാറ്. സാറ് കുടിച്ചാ പതയുണ്ടല്ലോ, അത് പതയല്ല, കൊടുത്തതേ കിട്ടുള്ളൂ. ഈ പെട്രോൾ അടിക്കുന്നത് 100 രൂപ, 150 രൂപ, 200 രൂപയ്ക്ക് അടിക്കും, 50 രൂപയ്ക്ക് അടിക്കുന്നവരുണ്ട്. ഈ വണ്ടി പോകും തോറും നമുക്കിങ്ങനെ ഇതിപ്പോൾ പറ്റുമോ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് ബ്ലോക്കിലൊക്കെ കുറച്ചധികം നേരം ഇട്ട് കഴിഞ്ഞാൽ തീർന്നു. അബൻഡൻസ് എന്ന് പറയും, അതായത് സമൃദ്ധി. ഒരിക്കൽ നമ്മളൊരു ഫുൾ ടാങ്ക് അടിക്കുന്നു, അതിൽ 100 രൂപയുടെ പെട്രോൾ കുറയുമ്പോൾ നമ്മളത് ഫില്ല് ചെയ്യും. വീണ്ടും പോകുന്നു, ഒരു 150 രൂപയുടെ കുറയുമ്പോൾ വീണ്ടും അത് ഫില്ല് ചെയ്യുന്നു. ആ വണ്ടിയിൽ പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇപ്പോൾ ചിലവരൊക്കെ ചിന്ത എന്താണെന്ന് പറയും, ഫുൾ ടാങ്ക് അടിച്ച് അവിടെ കൊണ്ടുപോയി വെക്കുക മതി, ആരെങ്കിലുമൊക്കെ ഊറ്റിക്കൊണ്ടുപോയി. ശരിയാണ്. ശരിയാണ്. നാളെ സിറാജുദ്ദീൻ പറമ്പത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മളെ സിജിയിലുള്ള ഈ ട്രെയിനിൽ വന്നിട്ടേ പിന്നെ ഇത് പേഴ്സ് വിൽക്കുക, നിങ്ങളെ എല്ലാ കാർഡുകളും ഒരുമിച്ച് വെക്കാൻ പറ്റുന്ന പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേഴ്സില്ലേ, കാർഡുകളൊക്കെ ഒരുമിച്ച് വെക്കാൻ പറ്റുന്നത്. അപ്പൊ എല്ലാവരും ഇത് വാങ്ങാൻ നിൽക്കുമ്പോൾ ഒരാൾ പറയാം, ഈ പേഴ്സ് പോയ എല്ലാ കാർഡും പോട്ടോ, അതോടുകൂടി ബാക്കി. ശരിയാണല്ലോ, ആ കച്ചവടം പോയി. 2 ഗ്യാസും കുറ്റിയുള്ള സ്ത്രീ വീട്ടില് ആ കുക്കിങ്ങിന് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഗ്യാസ് കുറ്റി കഴിയാറായ സമയത്ത് ബന്ധുക്കൾക്ക് കുക്ക് ചെയ്യുമ്പോൾ എന്തിനാ ടെൻഷനാണ്. ഇത് തീരുമോ ചിലപ്പോൾ തീരില്ല, പക്ഷെ അത്രയും സമയം നമ്മളെ മനസ്സിൽ ആ ടെൻഷൻ ഉണ്ടാവില്ല. നേരെ മറിച്ച് എക്സ്ട്രാ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ചിലവ് കൊടുക്കാൻ വേണ്ടി പോയി ഹോട്ടലിൽ 1000 രൂപ കയ്യിലുണ്ട്, പക്ഷെ നമുക്ക് ടെൻഷനാണ്, ഇതിൽ കൂടുതലാവോ. ബില്ല് വന്നപ്പോൾ 700 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറയും, ഇത് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ആസ്വദിച്ച് കഴിക്കായിരുന്നു. അപ്പോൾ ഒരു എക്സ്ട്രാ പൈസയോ ക്രെഡിറ്റ് കാർഡോ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് ആസ്വദിക്കാം. എന്തിലും സമൃദ്ധി കൊണ്ടുവരാം.
കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപയുടെ പെട്രോൾ ഒരിക്കൽ അടിച്ച് വെച്ചിട്ട് 100 രൂപയുടെ കുറയുമ്പോൾ ഫില്ല് ചെയ്യുന്നതും 100 രൂപയ്ക്കും 50 രൂപയ്ക്ക് 200 രൂപയ്ക്ക് അടിച്ചടിച്ച് പറ്റുമെന്ന് ടെൻഷൻ അടിക്കുന്നതും നമ്മുടെ മനസ്സിന് നല്ല വ്യത്യാസം ഉണ്ടാവും. നമുക്കൊക്കെ ഒരു കുഴപ്പം എന്താണെന്ന് പറയും, ശമ്പളം കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല. കുറച്ച് ദിവസം ഒന്നും വേണ്ട, മണിക്കൂറുകൾക്കുള്ളിൽ പോകും. നമുക്ക് തന്നെ അറിയാം നമ്മൾ നല്ല കാര്യങ്ങൾക്കാണ് ചെലവഴിക്കുന്നുള്ളൂ. ഓരോന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടാണ് ഇത് വേണോ വേണ്ടേ, ആവശ്യമില്ലാന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ചെലവഴിക്കുന്നത്. പക്ഷെ 2 ദിവസം കഴിഞ്ഞാൽ കാശ് എങ്ങനെ പോകണമെന്ന് അറിയില്ല. എത്ര പൈസയാണ് വരുന്നത്, തീരെ. പണ്ട് 12,000 രൂപ കിട്ടി, ഇപ്പൊ 25,000 രൂപ കിട്ടി. പക്ഷെ അവസ്ഥ സെയിമാണ്. അങ്ങനെ തന്നെ ആയിരിക്കും ബഹുഭൂരിപക്ഷവും. നിർബന്ധമായി ചെയ്യേണ്ട കാര്യം സമ്പാദിച്ചതിന് ശേഷം ചെലവഴിക്കണം. 40% പൈസ സമ്പാദിക്കണം. ശമ്പളം കിട്ടി ഉടനെ 25,000 ആണെങ്കിൽ അതിൻ്റെ 40% അത് നേരെ സമ്പാദ്യത്തിലേക്ക്, എന്നിട്ട് ബാക്കിയിൽ ജീവിക്കണം. പൈസ ഉള്ളപ്പോഴാണ് പിശിക്കേണ്ടത്. പൈസ ഇല്ലാത്തപ്പോൾ പിശിക്കണ്ട, ഓട്ടോമാറ്റിക് അങ്ങനെ ആയിക്കോളും. പൈസ ഇല്ലാത്തപ്പോൾ പിശിക്കാൻ പൈസ ഇല്ലല്ലോ. എക്സാമിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് ഇനി നിങ്ങൾക്കില്ല. ജീവിതത്തിൽ അവസാനത്തെ ക്ലാസ് അത് ഇനിയില്ല. ഡിഗ്രിക്ക് നിങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് ഇല്ല, PGക്ക് ഒന്നുമില്ല. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായത് നാട്ടുകാരറിയും, നിങ്ങൾ +2 പാസ്സായത് സകല ആളുകൾ അറിയും. ഫ്ലെക്സ് ബോർഡാണ് മൊത്തം, ആദരാഞ്ജലികൾ അഭിനന്ദനങ്ങളോട് അഭിനന്ദനങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഡിഗ്രി പാസ്സായത് നിങ്ങളും വീട്ടുകാരും മാത്രമേ അറിയുള്ളൂ. ഒരു കോൺവെക്കേഷൻ പരിപാടിയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എറിയുന്നൊരു ഫോട്ടോ ഉണ്ടാവും, അത്രേ ഉള്ളൂ. PG പാസ്സായത് യൂണിവേഴ്സിറ്റി പോലും അറിയില്ല. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഞാൻ ഡോക്ടർ ആവണം, നീറ്റ് എഴുതണം, കീം എഴുതണം, എഞ്ചിനീയർ ആവണം, CUT എഴുതണം എന്ന് മോട്ടിവേറ്റ് ചെയ്യുക തന്നെയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്, ആക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. ലൈഫ് ബാക്കിയുണ്ട് മക്കളെ, ഇഷ്ടം പോലെ ലൈഫ് ബാക്കിയുണ്ട്. ഇനി കുട്ടികളുടെ ലോകം ടെക്നോളജിയാണ്. കുട്ടികൾ പെട്ടെന്ന് പഠിക്കും. പിള്ളേർ, നിങ്ങളുടെ മക്കളെ അടക്കിയിരുത്തുന്നത് ഈ സാധനം കാണിച്ചിട്ടല്ലേ? ഈ ഡോറ കണ്ടിട്ടാണ് അത് കഴിക്കണത്. എൻ്റെ മോന് എൻ്റെ അടുത്ത് എന്നോട് വെച്ച്, എൻ്റെ മോന് 9 വയസ്സാണ്. അവൻ പറഞ്ഞു, ഉപ്പച്ചി എനിക്ക് ടൊമാറ്റോ സോസ് വേണം. ഞാൻ പറഞ്ഞു, ടൊമാറ്റോ സോസ് ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പം പറഞ്ഞു, ടൊമാറ്റോ തരുമോ? ടൊമാറ്റോ. അങ്ങനെ ഞാൻ ടൊമാറ്റോ, തക്കാളി ഒരു 5-6 കൊടുത്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിലൂടെ ടൊമാറ്റോ സോസ് ഇങ്ങനെ നക്കിയിട്ട് പോകണം. ഞാൻ കൊടുത്ത ടൊമാറ്റോ എന്തായി മാറി? സോസായിട്ട് മാറി. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടി? അപ്പം അവൻ ഉണ്ടാക്കി. ആരുണ്ടാക്കി? ഉമ്മച്ചി. ഞാൻ പറഞ്ഞു, ഉമ്മച്ചിക്ക് അറിയില്ലല്ലോ, പറഞ്ഞു കൊടുത്തു. ആര്? ഇവൻ യൂട്യൂബിൽ നോക്കിയിട്ട്, എൻ്റെ ഭാര്യ യൂട്യൂബിൽ സെർച്ച് ചെയ്ത ഹിസ്റ്ററി ആയിട്ട് ഞാൻ കരഞ്ഞു പോയി. എങ്ങനെ പഴയ ചോറ് കൊണ്ട് പുതിയ പലഹാരങ്ങൾ ഉണ്ടാകും. ഈ ചിരിച്ചവരുടെ വീട്ടിലും തന്നെയാണ്. ടൂർ പോകുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കാന്ന് പറയാം, ടൂർ പോയ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ പ്രതിച്ചെടുക്കും, ഇനി എല്ലാ മാസവും പോകണം, ഇടയ്ക്കിടയ്ക്ക് പോകണം. എന്നിട്ട് പിന്നെ അടുത്ത ടൂർ 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. പോകില്ല നമ്മൾ അത്രയും അതിൻ്റെ ഡെയിലി കുടുങ്ങിയെടുക്കുക, ഡെയിലി കാര്യങ്ങളിൽ കുടുങ്ങിയെടുക്കുക. നമ്മളെ നാട്ടിലെ കുഴപ്പം അത്. എന്നാളൊരു ഫോട്ടോ കണ്ടു, 80 വയസ്സായ കപ്പിൾസ് യാത്ര ചെയ്യുക. അപ്പോൾ വഞ്ചിയിൽ ഇങ്ങനെ പോവുക, തായ്ലൻഡിലൂടെ. വഞ്ചിക്കാരെങ്ങനെ തുഴയുന്നു, 2 എണ്ണമൊക്കെ എടുത്ത് ഉറങ്ങിട്ടേ. അപ്പോൾ പ്ലാൻ യുവർ ട്രാവൽ ഏർലി ഇൻ യുവർ ലൈഫ് എന്ന് വെച്ചിട്ട് ടാഗ് ഇട്ടിട്ട് ഭയങ്കര രസമാണ്. ഈ ക്രിയേറ്റിവിറ്റി ഭയങ്കര കേട്ടോ. ട്രോളന്മാരില്ലേ, ഒരു ഇഷ്യൂ നടക്കുമ്പോൾ എന്ത് പെട്ടെന്ന് ഒരു ട്രോൾ ഉണ്ടാക്കാന്നറിയാം. എന്നാലും ഫോട്ടോ ഉണ്ട്, ഒരു KSRTC ബസ്, അതിൻ്റെ ബാക്കിൽ ഒരു ബൈക്ക് ഇടിച്ച് കയറ്റിയിട്ട് ബോധം പോയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. മരിച്ചിട്ടൊന്നുമില്ല, ബോധം പോയിട്ട് കിടക്കുന്നു. അപ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ, അതിൻ്റെ അടിയിൽ എഴുതിയിട്ട്, വരൂ നമുക്കൊന്നിച്ച് മുന്നേറാം. അപ്പോൾ ഇയാൾ പറയുന്നത്, സാറ് വിളിച്ചു, ഞാൻ വന്നു. എന്താ ക്രിയേറ്റിവിറ്റി? Your future is with strangers. എന്ന് നമ്മുടെ ഭാവി അപരിചിതരുടെ കയ്യിലാണ്. നമ്മുടെ ഭാവി, നമ്മൾ ആഗ്രഹിക്കുന്ന കാറ്, നമ്മൾ ആഗ്രഹിക്കുന്ന പൈസ, നമ്മൾ ആഗ്രഹിക്കുന്ന വീട്, സാമ്പത്തിക സുരക്ഷിതത്വം ഒക്കെ ഇതുവരെ നമ്മൾ കാണാത്ത ആളുകളുടെ കയ്യിലുണ്ട്, അല്ലെ? ഫ്യൂച്ചർ ഈസ് വിത്ത് സ്ട്രേഞ്ചേഴ്സ്. അപരിചിതരെ കാണല, എല്ലാ ദിവസവും കാണുന്നവരെ കാണുന്നുള്ളതല്ല. Do you agree with me?